എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 97, 98, 99 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. ഇവിടെ അർജുനൻ യുദ്ധം അവസാനിപ്പിച്ചിട്ടുള്ള വരവാണ്. ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്കുള്ള വരവിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചു തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 97ാമത്തെ ശ്ലോകം നോക്കാം. സധരിത്രീം ലഘൂകൃത്യ സ്വസ്മിന്നാരോപ്യ ഗൗരവം ആജഗാമാന്തികം ശൗരേ ഫൽഗുനോ മന്ധരൈഃ പദൈഃ. ആദ്യം പദച്ഛേദം പറയാം. സ ധരിത്രീം ലഘൂകൃത്യ സ്വസ്മിൻ ആരോപ്യ ഗൗരവം ആജഗാമ അന്തികം ശൗരേഃ ഫൽഗുനഃ മന്ധരൈഃ പദൈഃ. യുദ്ധം അവസാനിപ്പിച്ചു, എല്ലാവരെയും ഓടിച്ചു വിട്ടു, കുറേ പേരെയൊക്കെ വധിച്ചു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞുല്ലോ. അവരുടെ സൈന്യങ്ങളെയൊക്കെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം വിജയശ്രീലാളിതനായിട്ടുള്ള വിജയൻ അർജുനൻ എന്താണ് ചെയ്തതെന്ന് പറയാണ്. സ ഫൽഗുന, ആ ഫൽഗുനനാകട്ടെ, അർജുനനാകട്ടെ, ധരിത്രീം ലഘൂകൃത്യ, ധരിത്രി ഭൂമിയാണ്, ഭൂമിയെ ലഘൂകരിച്ചിട്ട്. എന്താണ് ഭൂമിയെ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ ഭാരം കുറയ്ക്കുക. ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഭാരം കുറയ്ക്കുക. ഭാരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ രാക്ഷസന്മാർ, അസുരന്മാർ, അതുപോലെ മഹാദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ വധിക്കുമ്പോഴാണ് ഭൂമിയുടെ ഭാരം കുറയണത്. ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ കുറേ പേരെ വധിച്ചു, അതുകൊണ്ട് ഭൂമിയുടെ ഭാരം ഒന്ന് കുറഞ്ഞു കിട്ടി. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ധരിത്രീം ലഘൂകൃത്യ. അപ്പോൾ ഭൂമിയുടെ ഭാരം കുറഞ്ഞു, പക്ഷേ ആ ഭാരം വേറൊരാളിലേക്ക് എത്തില്ലേ? സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അർജുനൻ യുദ്ധം ചെയ്ത് ആ ഭാരം കുറച്ചു എന്ന് പറയുമ്പോൾ അതെവിടേക്കാണ് എത്തിയത് എന്നുകൂടി കവി വർണ്ണിക്കുകയാണ്. ഗൗരവം സ്വസ്മിൻ ആരോപ്യ. അപ്പോൾ ഭൂമിയുടെ ഭാരം കുറഞ്ഞു, ആ ഗൗരവം മുഴുവനും, ഗുരുത്വം അല്ലെങ്കിൽ ഭാരം അല്ലെങ്കിൽ ആ കഴിവ്, മിടുക്ക് എന്നൊക്കെ അർത്ഥം പറയാം, അതൊക്കെ വന്നു കയറിയത് ആരിലാണ്? അർജുനനിലാണ്. അതാണ് ഗൗരവം സ്വസ്മിൻ ആരോപ്യ. തന്നിലേക്ക് ആ ഗൗരവത്തെ സ്വാംശീകരിച്ചുകൊണ്ട്. ഭൂമി ഗൗരവത്തെ അല്ലെങ്കിൽ ഭാരത്തെ ഭാരം അർജുനന് കൊടുത്തു, അർജുനൻ ആ ഭാരം സ്വീകരിച്ചു എന്ന പോലെയാണ് വർണ്ണിക്കണത്. അർജുനന് ഗൗരവം എന്നത് എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് വലിയൊരു സൈന്യത്തിനെ നിഷ്പ്രയാസമായിട്ട് വളരെ കുറച്ച് നേരം കൊണ്ട് അവരെയൊക്കെ തോൽപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ശ്രീകൃഷ്ണൻ്റെ ഒരു സഹായം പോലും ഇല്ലാതെ അർജുനൻ മാത്രം യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട്, അർജുനനും അതുപോലെ തന്നെ സൈന്യങ്ങളും ഉണ്ടാവാം, അവരുടെ ശക്തി കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അല്പം പോലും സഹായമില്ലാതെ തന്നെ ശത്രുക്കളെ മുഴുവനും ഓടിക്കാൻ പറ്റി, ശത്രുക്കളെ തുരത്താൻ പറ്റി, എല്ലാവരെയും തോൽപ്പിക്കാൻ പറ്റി എന്നുള്ളതിൻ്റെ ഗൗരവമാണ് അർജുനന് വന്നത്. പക്ഷേ പറയണത് അല്ലെങ്കിൽ വർണ്ണിക്കണത് കേട്ടാൽ ഭൂമിയുടെ ഭാരം അർജുനൻ സ്വീകരിച്ചു എന്ന പോലെയാണ്. അതാണ് ഗൗരവം സ്വസ്മിന്നാരോപ്യ. ഭൂമിക്ക് നഷ്ടപ്പെട്ട ഗൗരവത്തെ തന്നിലേക്ക് എടുത്തിട്ട് മന്ധരൈഹി പദൈഹി. അപ്പോൾ ഭാരം കൂടുമ്പോൾ എടുത്തു വയ്ക്കുന്ന ഓരോ കാലടി വയ്ക്കുമ്പോഴും ശക്തിയും കൂടും. അങ്ങനെയാണല്ലോ, ഭാരം കൂടുമ്പോൾ കാല് വയ്ക്കുമ്പോൾ അതിൻ്റെ ശക്തി ഭൂമിക്കും അനുഭവപ്പെടും. ഉറച്ച കാൽവയ്പ്പോട് കൂടിയിട്ട്, ശത്രുക്കളെ തുരത്തിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, ഉറച്ച കാൽവയ്പ്പുകളോട് കൂടിയിട്ട്, അതാണ് മന്ധരൈഹി പദൈഹി ശൗരേഹേ അന്തികം ആജഗാമ. അങ്ങനെ നടന്ന് ആരുടെ അടുത്തേക്കാണ് വന്നത്? വളരെ പതുക്കെ. അതാണ് മന്ധരമായ പദങ്ങൾ എന്നുള്ളത് കൊണ്ട് അങ്ങനെയുണ്ട്. ഓടിച്ചാടി വരണമൊന്നുമില്ല, പേടിയൊന്നുമില്ല. അവരൊക്കെ ഓടിപ്പോയി, ഇനി പേടിക്കാനൊന്നുമില്ല, താൻ മിടുക്കനാണെന്നുള്ളത് തെളിയിച്ചു. അത് പ്രഖ്യാപിച്ചു കൊണ്ടുള്ളൊരു നടന്നു വരവ്, വാക്കുകൾ കൊണ്ടൊന്നും പറയണില്ല, ആ പ്രൗഢമായ പ്രതാപത്തോടു കൂടിയിട്ടുള്ള വരവാണ്. ആ വരവോട് കൂടിയിട്ട് തൻ്റെ കഴിവ് മുഴുവനും അർജുനൻ ജനങ്ങളോട് അല്ലെങ്കിൽ സൈന്യങ്ങളോട് വിളിച്ചു പറയണത് പോലെയാണ്. എന്നിട്ട് ആരുടെ അടുത്തേക്കാണ് വന്നത്? ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നു. അതാണ് ശൗരേഹേ അന്തികം. ശൗരിയുടെ, ശ്രീകൃഷ്ണൻ്റെ സമീപത്ത് അങ്ങോട്ട് വന്നിരുന്നു. അതാണ് ആ സൗഹൃദത്തിൻ്റെ ശക്തി. അന്തികം ആജഗാമ, അടുത്തേക്ക് വന്നു എന്നർത്ഥം. ഇനി അടുത്ത ശ്ലോകം 98ാമത്തെ ശ്ലോകം നോക്കൂ. ശൗരിസ്തസ്യോപവിഷ്ടസ്യ സസ്മിതഃ കൃതകർമ്മണഃ പാണിനാ പദ്മതാമ്രേണ സ്പൃശന്നംഗാന്യഭാഷത. ആദ്യം പദച്ഛേദം പറയാം. ശൗരി തസ്യ ഉപവിഷ്ടസ്യ സസ്മിതഃ കൃതകർമ്മണഃ പാണിനാ പദ്മതാമ്രേണ സ്പൃശൻ
അംഗാനി അഭാഷത. ശ്രീകൃഷ്ണനും സത്യയും കൂടിയിട്ടാണല്ലോ രഥത്തിലിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്കാണ് അർജുനൻ വളരെ പ്രൗഢമായിട്ട് നടന്നു വന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? സസ്മിത ശൗരി. അവിടെ വന്നിരുന്നപ്പോൾ വളരെ മന്ദഹാസം പൊഴിച്ചുകൊണ്ട് മിടുക്കനായി എന്ന് അഭിനന്ദിക്കാനുള്ള പുറപ്പാടാണ്. അർജുനനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സൗഹാർദ്ദത്തോടു കൂടിയിട്ട് കെട്ടിപ്പുണരാനുള്ള പുറപ്പാടാണ്. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ആദ്യം എന്താ ചെയ്തത്? ഒരു തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് സസ്മിത ശൗരി കൃതകർമ്മണ ഉപവിഷ്ടസ്യ തസ്യ. കൃതകർമ്മണ എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള പ്രവൃത്തികളൊക്കെ വേണ്ടതുപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തവനായ അർജുനൻ. ആ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കുന്നവനായ അർജുനൻ ഇപ്പോൾ എന്താണ് ചെയ്തത്? ശ്രീകൃഷ്ണനാണ് ശരിക്കും യുദ്ധം ചെയ്യേണ്ടിയിരുന്നത്. സത്യയെ വിവാഹം കഴിച്ചത് ശ്രീകൃഷ്ണനാണല്ലോ. കാളകളെ പിടിച്ചു കെട്ടിയതും ശ്രീകൃഷ്ണനാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്തത് ശ്രീകൃഷ്ണനല്ല, അത് അർജുനനാണ്. അപ്പോൾ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരാൾ, ആ ആളെയാണ് ഉറ്റ സുഹൃത്ത് എന്ന് പറയുക. അത്രയ്ക്ക് തൻ്റെ ജീവൻ പോലും ബലി നൽകിയിട്ട് ശ്രീകൃഷ്ണന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നടക്കണ ആളാണ് അർജുനൻ എന്നുള്ളത് കൊണ്ട് അതാണ് കൃതകർമ്മണ. എല്ലാം വേണ്ടതുപോലെ വകതിരിവോടുകൂടി ചെയ്യുന്ന ആ അർജുനൻ അങ്ങനെ ചെയ്തിട്ട് എന്താ ചെയ്തത്? ഉപവിഷ്ടസ്യ സമീപത്ത് വന്ന് ഇരുന്നവനായ തസ്യ അർജുനസ്യ ആ അർജുനൻ്റെ അംഗാനി അംഗങ്ങൾ. അടുത്ത് വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതല്ലേ ചെയ്യുക. വാത്സല്യവും സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ സ്പർശിക്കും, കെട്ടിപ്പിടിക്കും, ആ വാത്സല്യത്തോട് കൂടിയിട്ട് തലോടുകയൊക്കെ ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്നത്. അംഗാനി കഴുത്തിലും ശിരസിലും പുറത്തും കയ്യ് കാല് യുദ്ധം ചെയ്തിട്ട് ഈ കയ്യിനും കാലിനും ഒക്കെ വേദന ഉണ്ടാവുമല്ലോ. അത് ആ ക്ഷീണങ്ങളൊക്കെ അകറ്റുന്ന വിധത്തിൽ എന്ത് ചെയ്തു? പദ്മതാമ്രേണ പാണിന താമര പോലെ ചുവന്നിരിക്കുന്ന വേദനാ സംഹാരിയായിട്ടുള്ള ഭഗവാന്റെ കൈകൾ കൊണ്ട് ഒന്ന് സ്പർശിച്ചു, ഒന്ന് ഉഴിഞ്ഞു, ഒന്ന് തലോടി എന്നർത്ഥം. അതാണ് പദ്മതാമ്രേണ പാണിന സ്പൃശൻ. തൊട്ടുകൊണ്ട് അടുത്ത് പിടിച്ചു കൂട്ടിയിരുത്തിയിട്ട് ശരീരത്തിലൊക്കെ ഒന്ന് തലോടിയിട്ട് വേദനകളൊക്കെ മാറ്റി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. സ്പൃശൻ അഭാഷത. തലോടണേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. അതാണ് സ്പൃശൻ അഭാഷത. തൊട്ട് മാറ്റിയിരുത്തിയിട്ട് അല്ലെങ്കിൽ തലോടിയിട്ട് മാറ്റിയിരുത്തി പറയല്ല, തലോടണേൻ്റെ കൂട്ടത്തിലാണ് വർത്തമാനം പറയണത്. ഭഗവാൻ എന്താണ് അർജുനനോട് പറയണത് നോക്കൂ. പുരാരാതിരഭിസ്ഥാതും പുരസ്തേ നക്ഷമോരണേ ശ്ലാഘാരാജകുരംഗാണാം ജയേ വിജയ കീദൃശി. ആദ്യം പദച്ഛേദം പറയാം. പുരാരാതി അഭി സ്ഥാതും പുര തേ ന ക്ഷമ രണേ ശ്ലാഘ രാജകുരംഗാണാം ജയേ വിജയ കീദൃശി. ഒന്നാമത്തെയും രണ്ടാമത്തെയും വരിയിലെ പദച്ഛേദം പറയാനുള്ളൂ. അർജുനനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഹേ വിജയ. അടുത്ത പര്യായ പദമാണ്. 10 നാമങ്ങളിലെ മറ്റൊരു പദമാണത്. എല്ലായിടത്തും പോയി ജയിച്ചു വരുന്ന ജയശീലമുള്ളവനായിട്ടുള്ള ഹേ അർജുന. അർജുനനെ വിളിച്ചിട്ട് പറയാണ്, നിന്റെ മുമ്പിലെ യുദ്ധത്തിൽ നിൽക്കാൻ. രണേ തേ പുരസ്ഥാതും. രണേ യുദ്ധത്തിൽ. തേ പുര നിന്റെ മുമ്പിൽ, അതായത് നിന്റെ എതിരിട്ട് നിന്നുകൊണ്ട് നിന്നെ യുദ്ധം ചെയ്യാൻ, നിന്നോട് യുദ്ധം ചെയ്യാൻ അല്ലെ യുദ്ധം ചെയ്തു നിൽക്കാൻ. രണേ പുരസ്ഥാതും പുരാരാതി അഭി നക്ഷമ. പുരാരാതിക്ക് പോലും കഴിയില്ല കേട്ടോ. ആരാണ് പുരാരാതി? ത്രിപുരങ്ങളുടെ അരാതി ശത്രു ശ്രീപരമേശ്വരനാണ്. ഭഗവാൻ ശ്രീപരമേശ്വരന് പോലും നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ എതിരിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. ഞാനിവിടെ നിന്ന് നോക്കുമായിരുന്നു നിൻ്റെ യുദ്ധമൊക്കെ എന്ന രീതിയിലാണ് ശ്രീകൃഷ്ണൻ പറയണത്. പുരാരാതി അഭി നക്ഷമഹ. അദ്ദേഹത്തെ പോലും നീ തോൽപ്പിക്കും തോന്നൂലോ നിൻ്റെ യുദ്ധ നൈപുണ്യം കണ്ടാൽ. പിന്നെയാണോ ഈ വളരെ നിസാരക്കാരായിട്ടുള്ള ഈ ശത്രുക്കൾ? അതാണ് അത്രയ്ക്ക് വലിയ വലിയ ആൾക്കാരെ, ദേവന്മാരെ പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ, യുദ്ധ നൈപുണ്യങ്ങളാണ് നിനക്കുള്ളത്. അപ്പോൾ പിന്നെ ഈ നിസാരക്കാരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള രാജാക്കന്മാർക്കൊക്കെ എങ്ങനെയാണ് നിൻ്റെ ആക്രമണം തടുത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അത് തടുത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്നത്? എന്നിട്ട് പറയാണ്, രാജകുരംഗാണാം ജയേ കീദൃശീ ശ്ലാഘ. അപ്പോൾ തന്നെ പറയാണ്, ഈ മിടുക്കന്മാരായിട്ടുള്ള രാജകുമാരന്മാരുടെ വിജയത്തിൽ ഞാനെന്തിനാ അപ്പോൾ വലിയ അഭിനന്ദനമൊക്കെ പറയണത്? ഇതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ.
കീദൃശി ശ്ലാഘ, എന്തിനാണ് ഇങ്ങനൊരു ശ്ലാഘ എന്ന് വെച്ചാൽ അഭിനന്ദനം. ഞാൻ ശ്ലാഘിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിപ്പോൾ നിനക്ക് എന്നും കിട്ടണതല്ലേ, എവിടെ പോയാലും യുദ്ധം ചെയ്താൽ നീയേ ജയിക്കുള്ളൂ. ഇവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്, രാജകുരംഗാണാം. രാജകുമാരൻ എന്നുള്ള അർത്ഥത്തിലാണ് രാജകുരംഗങ്ങൾ എന്ന് പറഞ്ഞത്. കുരംഗം എന്ന് പറഞ്ഞാൽ ഒരു നാനാർത്ഥക പദമാണ്. അതിന് മാൻ എന്നർത്ഥമുണ്ട്, വായു എന്നർത്ഥമുണ്ട്, കാറ്റ് എന്നർത്ഥമുണ്ട്, വാദം അല്ലെങ്കിൽ വായു, കാറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ യുദ്ധം എന്നർത്ഥമുണ്ട്. അങ്ങനെ പല പല അർത്ഥങ്ങളുള്ളതായ ഒരു വാക്കാണ് കുരംഗം. ഇവിടെ രാജകുരംഗം എന്നുള്ളത് കൊണ്ട് മാൻകുട്ടികളെ പോലെ നല്ല ചുറുചുറുക്കുള്ള, ഓടിച്ചാടി നടക്കുന്ന അങ്ങനെയുള്ള രാജകുമാരൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ അർജുനൻ്റെ ഒരു കേമത്വത്തിനെ പറ്റിയിട്ട്, അർജുനൻ്റെ യുദ്ധതന്ത്രത്തെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ രാജകുമാരന്മാരുടെ ഒരു പൊതു സ്വഭാവം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അർത്ഥാന്തരന്യാസ അലങ്കാരമാണ് പറയണത്. നിനക്കിതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ, നിന്നെ പോലെയുള്ള മിടുമിടുക്കന്മാരായിട്ടുള്ള രാജകുമാരന്മാർക്ക് അവരെയൊക്കെ ഞാൻ എന്തിനാണ് ആശംസിക്കുന്നത്, അല്ലെങ്കിൽ അവരെയൊക്കെ എന്തിനാണ് ഞാൻ പുകഴ്ത്തി പറയുന്നത്, അവരുടെ കഴിവിനെ പറ്റിയിട്ട് ഉറക്കെ പറയേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്ന് ശ്രീകൃഷ്ണൻ അർജുനനെ പറ്റിയിട്ട് പറയുകയാണ്. അതാണ് രാജകുരംഗാണാം ജയേ. രാജകുമാരന്മാരുടെ, മാൻകുട്ടികളെ പോലെ വീറും വാശിയോടും കൂടി ഓടി നടന്ന് ആക്രമണം നടത്തുന്നവരായിട്ടുള്ള നിന്നെ പോലെയുള്ള രാജകുമാരന്മാരുടെ വിജയത്തിൽ കീദൃശി ശ്ലാഘ നടത്തേണ്ട, പ്രശംസ നടത്തേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇത് നിനക്ക് പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ, എന്നാലും നിൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് എന്നാവണം ശ്രീകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സധരിത്രീം ലഘൂകൃത്യ സ്വസ്മിന്നാരോപ്യ ഗൗരവം ആജഗാമാന്തികം ശൗരേ ഫൽഗുനോ മന്ധരൈഃ പദൈഃ ശൗരിസ്തസ്യോപവിഷ്ടസ്യ സസ്മിതഃ കൃതകർമ്മണഃ പാണിനാ പദ്മതാമ്രേണ സ്പൃശന്നംഗാന്യഭാഷത പുരാരാതിരഭിസ്ഥാതും പുരസ്തേ നക്ഷമോരണേ ശ്ലാഘാരാജകുരംഗാണാം ജയേ വിജയ കീദൃശി. അങ്ങനെ യുദ്ധത്തിൻ്റെ നല്ല ശ്രേഷ്ഠതയെ പറ്റിയിട്ട്, അവരെയൊക്കെ ഓടിച്ചതിൻ്റെ ഒരു മിടുക്കിനെ പറ്റിയിട്ടും പറഞ്ഞു. അപ്പോൾ തന്നെ അർജുനനെ പോലെയുള്ളവർക്ക് ഈ ഒരു അഭിനന്ദനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലും പറയാണ്. ഒട്ടും അഹങ്കരിക്കേണ്ട, തൻ്റെ കൂടെ തന്നെ നിൽക്കണം എപ്പോഴും അർജുനൻ എന്നുള്ളതൊക്കെ ആവണം ഭഗവാന്റെ മനസ്സിലുള്ളത്. അതൊക്കെ നിനക്ക് എന്നും ഇതൊക്കെ ശീലമല്ലേ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നീ എന്നും നടത്തുന്നതല്ലേ, അതിൽ അഹങ്കരിക്കാനോ അഭിമാനിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അഭിനന്ദിക്കാനോ പോലും ഇടയില്ല എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കുകയും കൂടിയാണ് ചെയ്യണത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.